ഇന്ന് ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളായിരുന്നു, വീഡിയോസ് അധികം ഇല്ല. ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് മട്ടന്നൂർ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടാണ്. ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിയത് ചേട്ടൻ്റെ കൂട്ടുകാരനായിട്ടുള്ള രജീഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. എപ്പോഴെങ്കിലും ഒരു വീട് വയ്ക്കാനായിട്ട് ഞങ്ങൾ KSFE ചിട്ടി എല്ലാം തുടങ്ങി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം വരുമ്പോഴത്തേക്കും വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്നപ്പോൾ ആ ചിട്ടി വീണു. അപ്പോൾ വിചാരിച്ചു നേരത്തെ വാങ്ങിയിട്ടിരുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന് ഇവിടെ ജോലിയായിരുന്നുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടിരുന്നു. ഈ വീടിൻ്റെ ഭൂമി പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അതെല്ലാം ചേട്ടൻ്റെ മാമന്മാർ വന്നിട്ടാണ് നടത്തിക്കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ തറക്കല്ലൊക്കെ ഇട്ട സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. 1 വർഷം കൊണ്ടൊക്കെ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ വീട് 9 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് പൂർത്തിയാക്കി കിട്ടിയത്. അതിന് നമ്മളെ സഹായിച്ചത് ഇവിടുത്തെ ബാബുവേട്ടനും റെനിയേട്ടനുമായിരുന്നു. വീട് മുഴുവനും കോൺട്രാക്റ്റ് ബേസിലാണ് കൊടുത്തതെങ്കിലും അവർ നമ്മളോട് ഓരോ കാര്യം ചെയ്യുമ്പോഴും അഭിപ്രായം ചോദിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കാണ് അവർ ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അതിനവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാത്രമല്ല, നമ്മൾ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നതായതുകൊണ്ട് നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഈ വീട് വയ്ക്കാൻ ഇറങ്ങിയത്. പക്ഷേ അവർ നമ്മോടൊപ്പം തന്നെ നിന്നു നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കേട്ട് തന്നെ വീട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാവരും വിട്ടിട്ട് ദൂര സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിൻ്റെ വിഷമമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം ചേട്ടനൊപ്പം മക്കളും ഒത്ത് നിൽക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ വീട് വയ്ക്കാമെന്നുള്ള പ്ലാനാക്കിയത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കടന്നു പോകുന്ന സമയമൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ കിട്ടുന്ന സമയം നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. വീട് വെച്ചപ്പോഴത്തേക്കും കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അയൽക്കാരെ പറ്റിയായിരുന്നു ആശങ്ക. പക്ഷേ അതെല്ലാം മാറി. അടുത്ത ഉള്ള ആൾക്കാരെല്ലാം നല്ല സ്നേഹമുള്ളവരാണ്. വീട്ടിൽ നിന്ന് മാറി അന്യദേശത്താണ് താമസിക്കുന്നതെന്നുള്ള ഒരു ഫീലേ നമുക്ക് കിട്ടാറില്ല. ഇവിടെ നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. എൻ്റെ സങ്കല്പത്തിലെ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു തറവാട് ലുക്കുള്ള അങ്ങനെ വരാന്തയൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. പക്ഷേ ഈ വീട് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായി അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ലാന്ന്. എന്നെങ്കിലും വയ്ക്കാൻ കഴിയട്ടെ. ദൂരെ മാറി വീട് വെച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ബന്ധുക്കളാരും ഞങ്ങളെ നോക്കാനൊന്നും വരത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ സംഭവിച്ചത്. എല്ലാ മാസവും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫാമിലി നമ്മുടെ വീട്ടിൽ 5-6 ദിവസമെങ്കിലും നിൽക്കാനായിട്ട് കാണും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മട്ടന്നൂർ ടൗണിൽ പോകാനായാലും ചേട്ടന് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ജോലിക്ക് പോകാനായാലും ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കിണറിനെ അപേക്ഷിച്ച് ഇവിടുത്തെ കിണറിന് കുറച്ച് വലിപ്പം കൂടുതലാണ്, കുറച്ച് എക്സ്പെൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഴൽക്കിണറാണ് ഇവിടെ കുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വീടിൻ്റെ പേര് തീരം എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു അരുവി പോലെ ഒരു സംഭവം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്തായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ തീരം എന്ന് പേരിട്ടത്. അപ്പോൾ ഞങ്ങളുടെ തീരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ വീടിന് ചുറ്റുമതിലും കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.